വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. 3 പേരെ മരണത്തിലേക്ക് തള്ളിവിട്ട അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിപ്പിച്ചിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി ജോലിക്കെത്തിയ ആളുകളാണ് ഈ പ്രദേശത്ത് അധികമായി താമസിക്കുന്നത്. അതേസമയം പോലീസിന്റെ ചില അനാവശ്യ ഇടപെടലുകൾ നാട്ടുകാർക്ക് ദുരിതം സമ്മാനിക്കുന്നുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന കുടുംബത്തിനെ വഴിയരികിൽ തടഞ്ഞ പോലീസ് മുന്നോട്ടു പോകാൻ സമ്മതിച്ചില്ല. കുഞ്ഞിന് തീരെ സുഖമില്ലെന്നും വീട്ടിലേക്ക് പോകുവാൻ അനുവദിക്കണമെന്നും ഗൃഹനാഥൻ ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് തയ്യാറായില്ല. പോകുന്നത് അപകടമാണെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. എന്നാൽ കുഞ്ഞിനെയും കൊണ്ട് നടുറോഡിൽ നിൽക്കാൻ സാധിക്കില്ലെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. തർക്കം മുറുകുന്നതിനിടെ അവിടെ എത്തിയ ഷാഫി പറമ്പിൽ എം പി വിഷയത്തിൽ ഇടപെട്ടു. കുഞ്ഞിന്റെ നിസ്സഹായാവസ്ഥ കണ്ടിൽ നിന്ന് അടിക്കാൻ സാധിക്കില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പിന്നാലെ പോലീസിലെ വയനാടിന് ചുമതലയുള്ള ഉന്നതരെ വിളിച്ച് കുടുംബത്തിനെ കടത്തിവിടണമെന്നും ആ പ്രദേശത്ത് താമസിക്കുന്നവരെ തടയരുതെന്നും നിർദ്ദേശവും നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സന്ദർശനം കാരണമാണ് വഴി തടഞ്ഞതെന്നും കുടുംബം ആരോപിച്ചു. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ ഫലം കണ്ടു. കുടുംബം കുഞ്ഞുമായി അവരുടെ വീട്ടിലേക്ക് മടങ്ങി. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാവരും കടത്തി വിട്ട് വരെ ഇപ്പോൾ CM വരുന്നുണ്ടാണ്ട് ഇവർ ബ്ലോക്ക് ആകുന്നത്. കാരണം പറഞ്ഞാൽ അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ. ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിയ കുട്ടികളെ കരയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടുന്ന് പൈസ റൂം എടുത്തിട്ടാണ്. ഹലോ, എവിടെയാ? ഒന്ന് പിന്നെ മിനിസ്റ്റർക്ക് ഒന്ന് ഫോൺ കൊടുത്തു. ഹലോ, ഷാഫി, ഞാനേ ഇവിടെ ഈ പോളിടെക്നിക്കിന് മുമ്പിലെത്തി. ഇവിടെ കിടക്കുന്ന തേങ്ങാപ്പാടി. അപ്പം ഇവിടെ ഒരു ആളുടെ പേരക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് കൂടെ ചുരക്കാരക്കാരനാണ്. അയാളുടെ ഇതൊക്കെ ഉണ്ട്, ID ആധാരമൊക്കെ. അത് 60 ദിവസമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കുട്ടിയെ കൊണ്ട് ഇന്നലെ പിന്നെ ഇവിടെ ഹോട്ടലെടുത്ത് ഇന്നിപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്പെഷ്യൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. സ്പെഷ്യൽ ഇവിടെ ഈ പോണ റൂട്ടിലാണ്. അതൊന്നിപ്പോൾ അവരിവിടെ അതല്ല, നിങ്ങളുടെ വീട് അവിടെ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും ഇവിടെ ആർക്കാഴ്ച അതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ വീടുള്ളവർക്ക് പോകാൻ അനുമതി, ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള. അതപ്പോൾ ആരോടാ അത് പറയാ? അല്ല, അതല്ല, ഇവിടെ അത് തടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പോളിടെക്നിക്കിന്റെ മുന്നിൽ പോലീസ് റോഡ് വെച്ച് തടുത്തിരിക്കുകയാണ്. ആളുടെ പേര്, കുട്ടിയുടെ വാപ്പൻ്റെ പേര് ജലീൽ. ആ വണ്ടി നമ്പർ KL 13 Y 1010. ആ കേട്ടോ. ഹലോ, നിങ്ങളുടെ നമ്പർ 99 47 15 59 42. കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. MP അവിടെ കിട്ടിക്കണേ. വണ്ടി പോവാ.